വയനാട്ടിലെ നിയമന കോഴയിൽ പോലീസ് കേസെടുത്തു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വഞ്ചനാക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. താണൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതിയിലാണ് നടപടി. DCC ട്രഷററായിരുന്ന NM വിജയൻ ജീവനൊടുക്കിയതിന് പിന്നാലെയാണ് നിയമന കോഴയുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമാകുന്നത്. സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി താളൂർ സ്വദേശി പത്രോസും പുൽപ്പള്ളി സ്വദേശി സായൂജും ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. പുൽപ്പള്ളി അർബൻ സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 11 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്നാണ് സായൂജിന്റെ പരാതി. മകന് ജോലി നൽകാമെന്ന് പറഞ്ഞ് 22 ലക്ഷം വാങ്ങിയെന്ന് പത്രോസിന്റെ പരാതിയിൽ പറയുന്നു. വഞ്ചനാ കേസിൽ പ്രാദേശിക നേതാക്കളായ UK പ്രേമൻ, CT ചന്ദ്രൻ, മണ്ണിൽ സെക്കറിയ, ജോർജ് കുര്യൻ എന്നീ കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ NM വിജയനെയും പ്രതിയാക്കിയിട്ടുണ്ട്. സായൂജിന്റെ പരാതിയിൽ മണ്ണിൽ സെക്കറിയയും ജോർജ് കുര്യനുമാണ് പ്രതികൾ. കടക്കണയിലായ വയനാട് DCC ട്രഷറർ NM വിജയൻ മകന് വിഷം നൽകിയ ശേഷം ജീവനൊടുക്കുകയായിരുന്നു. വിജയൻ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും എഴുതിയ കത്തുകളും പുറത്തുവന്നിരുന്നു. പാർട്ടി വിഷയം പരിഹരിച്ചില്ലെങ്കിൽ കത്ത് പുറത്തുവിടണമെന്ന് മകന് മറ്റൊരു കത്തും എഴുതിയിരുന്നു. അർബൻ ബാങ്കിൽ നിയമനക്കോഴ നടന്നുവെന്നും പണം വാങ്ങിയത് ബത്തേരി MLA IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് ND അപ്പച്ചനും പറഞ്ഞിട്ടാണെന്നും വിജയന്റെ കത്തിൽ ആരോപണമുണ്ട്. കേരള വിഷൻ ന്യൂസ്, വയനാട്.